ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ ചിത്രം മലക്കോട്ടെ വാലിബൻ തിയേറ്ററിലെത്തുമ്പോൾ ബഹിഷ്കരണ ആഹ്വാനവുമായി ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് നേരിട്ട് ക്ഷണം ലഭിച്ചവരിൽ ഒരാളാണ് മോഹൻലാൽ. അയോധ്യയിലെ അക്ഷതം മോഹൻലാൽ ഏറ്റുവാങ്ങുന്നതിന്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. എന്നാൽ ചടങ്ങിൽ മോഹൻലാൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, അയോധ്യയെക്കുറിച്ച് ഒരു പോസ്റ്റ് പോലും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാത്തതും ഇക്കൂട്ടരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഈ അനിയൻ ഇനി ഏട്ടന്റെ പടം കാണില്ല, ഈശ്വര പൂജയ്ക്ക് ലഭിച്ച ക്ഷണം നിരസിച്ചത് പാപമാണ് എന്ന് തുടങ്ങി നിരവധി കമന്റുകൾ. രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് നിരവധി പ്രമുഖ താരങ്ങൾ അയോധ്യയിലെത്തിയിരുന്നു. സിനിമാ താരങ്ങളായ രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, ചിരഞ്ജീവി, രാംചരൺ, ആലിയ ഭട്ട്, കങ്കണ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. ഇവർക്കൊപ്പം ലാലേട്ടൻ എന്തേ വന്നില്ല എന്ന വിഷമമാണ് ചിലർക്ക്. വിഷമം മൂത്ത് വാലിബൻ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം ചില സംഘപരിവാർ പ്രൊഫൈലുകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതാദ്യമായല്ല സംഘപരിവാർ BJP അനുഭാവികൾ മോഹൻലാലിന്റെ സിനിമ ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനം നടത്തുന്നത്. 2018 ഒടിയൻ ഇറങ്ങിയ സമയത്തും ഇതുപോലെ ബഹിഷ്കരണ ആഹ്വാനമുണ്ടായിരുന്നു. അന്ന് അപ്രതീക്ഷിതമായി BJP ഹർത്താൽ ആഹ്വാനം ചെയ്ത സമയമായിരുന്നു. ആ സമയത്ത് റിലീസുകൾ നടത്തിയതാണ് ചിലർ ആഹ്വാനവുമായി രംഗത്തെത്താൻ കാരണമായത്. എന്നാൽ ഹർത്താലായിരുന്നിട്ടും ബഹിഷ്കരണ ആഹ്വാനം വന്നിട്ടും ഒടിയൻ കാണാൻ ആളുകളെത്തി. ഇപ്പോൾ കാണുന്ന ആഹ്വാനങ്ങളെ ഇതും ചിലർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പൊതുവിൽ മോഹൻലാലിനെ ഒരു BJP അനുകൂലിയായി കണക്ക് കൂട്ടുന്നവരുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് വ്ലോഗുകൾ എഴുതുന്നതുകൊണ്ടും മോഹൻലാൽ നേതൃത്വം നൽകുന്ന വിശ്വശാന്തി ഫൗണ്ടേഷനിൽ അധികവും RSS പ്രവർത്തകരാണ് പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപത്തിന്റെയും അടിസ്ഥാനത്തിലാണിത്. അതിനാൽ BJP മുന്നോട്ട് വയ്ക്കുന്ന ഏതാശയത്തോടും ഏട്ടൻ സഹകരിക്കണം എന്ന വാശിയും ചിലർക്കുണ്ട്. മോഹൻലാലിനെ പോലെ കേരളത്തിനകത്തും പുറത്തും ഇത്രയും ആരാധകരുള്ള നടൻ BJPയുടെ ഭാഗത്താണെന്ന് വരുത്തി തീർത്താലുണ്ടാകുന്ന പ്രിവിലേജുകൾ ലക്ഷ്യമിട്ടാണിത്. ഒരു വൈകാരിക വിഷയമാണ് അയോധ്യയും അവിടെ പള്ളി പൊളിച്ച് ക്ഷേത്രം പണിതതും. അതിനാൽ തന്നെ അതിനെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുകയാണ് മോഹൻലാൽ ചെയ്തതെന്നും അത് മാതൃകാപരമായ ഒരു തീരുമാനമാണെന്നും മോഹൻലാലിനെതിരെ രംഗത്ത് വന്നവർക്കായി പലരും മറുപടി നൽകുന്നുണ്ട്. എന്നാൽ മലൈക്കോട്ടെ വാലിബന്റെ പ്രൊമോഷനു ശേഷം മോഹൻലാൽ UK-യിലേക്കും അവിടുന്ന് എമ്പുരാന്റെ ഷൂട്ടിനായി അമേരിക്കയിലേക്കും പോകുന്നതിനാലാണ് അയോധ്യയിലേക്ക് പോകാൻ പറ്റാത്തതെന്നാണ് മോഹൻലാൽ ഫാൻസിന്റെ വാദം. വാലിബൻ ബഹിഷ്കരിക്കണമെന്ന് എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ, സിനിമയെ സ്നേഹിക്കുന്നവർ അത് മുഖവിലേക്ക് എടുക്കില്ലെന്നും കമന്റുകളുണ്ട്.